തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തിൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 17-ാമത് വാക്യത്തിൽ മരണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന മറ്റൊരു ചോദ്യവും കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നത്, മരണത്തിൻ്റെ വാതിലിൽ നീ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ജനിച്ച സകല മനുഷ്യരും കടന്നു പോകേണ്ടുന്ന ഒരു വാതിലാണ് മരണത്തിൻ്റെ വാതിൽ. മരണമെന്ന വഴിത്താരയിലൂടെ സകല മനുഷ്യരും ഒരു ദിവസത്തിൽ കടന്നു പോയേ കഴിയുകയുള്ളൂ. അതിൽ നിന്ന് ആർക്കും മാറുവാൻ വഴി മാറിപ്പോകുവാൻ സാധ്യമല്ലെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും എന്നോർമ്മപ്പെടുത്തുമ്പോൾ, എല്ലാറ്റിനും ഒരു കാലമുണ്ടെന്നും സകല മനുഷ്യനും മരണമെന്ന വഴിത്താരയിലൂടെ കടന്നു പോകേണ്ടവരാണെന്നും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു എന്നാണ്. നാം ഇവിടെ സ്ഥിരവാസികളല്ലെന്നും നാം ഇവിടെ അല്പകാലം മാത്രം പാർക്കുന്നവരും നമ്മുടെ സ്ഥിരവാസം ദൈവത്തോടു കൂടെയുള്ളതാണെന്നും ഓർപ്പിക്കുമ്പോൾ, മരണമെന്ന വഴിയിലൂടെ നാം എല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് പൗലോസും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിലും താൻ ഓർമ്മപ്പെടുത്തുന്നത്, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു എന്ന് പറയുകയാണ്. എന്താണ് ആ വാക്യവും ഓർപ്പിക്കുന്നത്? ഈ കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകും. ഞങ്ങളുടെ ശരീരം വിട്ട് ആത്മാവിൽ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരുമെന്ന് ആ വാക്യത്തിനുള്ളിലും പൗലോസ് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് ആർപ്പിക്കുന്ന പദമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന പദമാണ്. ഈ വചനങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് മരണമെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും ആ വഴിയിലൂടെ സകല മനുഷ്യരും കടന്നു പോകേണ്ടി വരുമെന്നും, എന്നാൽ നമ്മുടെ നിത്യത പിതാവായ ദൈവത്തോടു കൂടെ ആയിരിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ നിത്യതയിലെ പൗരത്വത്തെക്കുറിച്ച് നല്ല ബോധവാന്മാരായി നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ ദിവസങ്ങളും നാം മുൻപോട്ട് പോകേണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരും അതിനായി നമുക്കൊരുങ്ങുന്നവരുമായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ,
ഞങ്ങളുടെ ഈ ലോക ജീവിതം താൽക്കാലികവും ക്ഷണികവും എന്ന് മനസ്സിലാക്കി പുല്ലുണങ്ങുന്നതുപോലെ വാടിപ്പോകുന്നത് പോലെ അവസാനിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ, ഞങ്ങളുടെ പ്രാണപ്രിയനോടൊപ്പം ഞങ്ങൾക്ക് വാർക്കുവാനുള്ള ഒരു ഒരുക്കത്തോടെ ഞങ്ങൾക്ക് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.